നമസ്കാരം. ബീഹാറിന്റെ ക്യാപിറ്റലായ പട്നയിലാണ് ഉള്ളത്. പട്നയുടെ കുറച്ച് കാഴ്ചകളാണ് ഇന്നൊരു ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടെ എയർപോർട്ട് അടുത്താണ്. ഫ്ലൈറ്റ് ഒക്കെ എത്ര അടുത്തേക്കൂടെയാ പോകുന്ന അറിയാ. റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് തുടങ്ങിയതാ. ഇങ്ങ് വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണിത്. ഇവിടെ ഇതാ പട്ന എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോർഡൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഫ്ലാഗ് വരുന്നത്. ഈ ഒരു പട്ന റെയിൽവേ സ്റ്റേഷന് നമ്മുടെ കേരളത്തിലെ എറണാകുളത്തേക്ക് 2 ട്രെയിനുകളുണ്ട്. ഒന്ന് വീക്ക്ലി എക്സ്പ്രസ്സും മറ്റൊന്ന് ബൈ വീക്ക്ലി എക്സ്പ്രസ്സും. അതുപോലെ തന്നെ ഇവിടെ റെയിൽവേൻ്റെ റിട്ടയർ റൂമൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടുത്തെ ഡബിൾ ബെഡ്റൂമിലൊക്കെ ഒരു നൈറ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ അത് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. ഇവിടുന്ന് ഈ ഒരു ഭാഗത്ത് കാണുന്ന ഇതാണ് മഹാവീർ മന്ദിർ, ഇവിടുത്തെ ഹനുമാൻ ക്ഷേത്രം. ഇതും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ്. നമുക്കിനി നേരെ ഇതുവഴി ഈ ഒരു ഭാഗത്തേക്ക് പോവാം. ഇപ്പം ഞങ്ങളുള്ളത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയിലാണ്. നല്ല തിരക്കാണ്. ഇപ്പം കുറച്ച് ട്രെയിനുകൾ വന്നിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഇതാണ് ഇവിടെ ഈ ഒരു കാണുന്നത് മുഴുവനും. 57 മീറ്ററാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉയരം വരുന്നത്. രാത്രിക്ക് നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു വഴി നമുക്ക് നടന്നിട്ട് പോവാം. അവിടെ ഒരു ഗാർഡനൊക്കെ ഉണ്ട്. ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ ആദ്യം പോകുന്നത്. ബീഹാറിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് BR എന്നാണ്. മൊത്തം പൊടിയാന്ന് ഇടാം. അത് പോലെ തന്നെ നല്ല ചൂടും, വേർത്ത് കുളിച്ച് ഒരു രക്ഷയില്ല. മുകളിലേക്കൂടെ വേറെ റോഡൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഓട്ടോ ഒന്നും ആക്കണ്ട, നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റുകളൊന്നുമല്ല, നമ്മുടെ പാൻ മസാലകളില്ലേ അതൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാ. എന്തൊരു തിരക്കാന്നറിയോ. അതിന്റെ കാട്ടിയും ബുദ്ധിമുട്ട് പറഞ്ഞത് ഈ ഹോണാണ്. പട്ന മ്യൂസിയം ഒരുപാടുണ്ടല്ലോ ഇവിടെ. നെഹ്റു മാർഗ്. നമുക്ക് ഇവിടുന്ന് ഈ റോഡും കൂടെ മുറിച്ച് കിടക്കണം. ഇത് ഇവിടുത്തെ ബസ്സാന്ന് തോന്നുന്നു. അതെ, എൻ്റെ അമ്മോ, നടന്നു പോകാൻ പറ്റുന്നില്ലല്ലോ. സൈക്കിൾ റിക്ഷകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഭാഗത്ത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തന്നെ അടുത്തുള്ളത് ഇവിടെ ഒരു ബുദ്ധ സ്മൃതി പാർക്ക് ഉണ്ട്. ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. കാരണം ഈ ഒരു വെയിലത്തുനിന്ന് കുറച്ച് നേരം ഒരു തണലൊക്കെ കൊള്ളണമല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാം. ഇത് ബീഹാറിൻ്റെ വണ്ടിയാണ്, ബീഹാർ സ്റ്റേറ്റ് വണ്ടി. ഇത് ഇലക്ട്രിക്കായത് അല്ല, CNG. ഇലക്ട്രിക് അല്ല, CNG. ആദ്യം കണ്ടപ്പോൾ ഇലക്ട്രിക് എന്നാണ് വിചാരിച്ചത്. ഇലക്ട്രിക് അല്ല. ഒരു ബുദ്ധ പാർക്കുള്ളത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ അടിപൊളി വൃത്തിയാണ്, നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബുദ്ധ സ്മൃതി പാർക്ക് എന്നൊക്കെ ചെയ്തിട്ടുള്ള ചെറിയൊരു എഴുത്തൊക്കെ ഇതാ ഈ ഒരു ഭാഗത്തുണ്ട്. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാം നമുക്ക് ഇവിടുന്ന്. ടിക്കറ്റ് റേറ്റ് വരുന്നത് 20 രൂപയാണ്. നമുക്കത് മാത്രമേ വേണ്ടൂ. ടൈമിങ് വരുന്നത് രാവിലെ 9 മണി മുതൽ രാത്രി 7 മണി മുതൽ. അത് ഏപ്രിൽ ടു സെപ്റ്റംബർ ആണ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ. പിന്നെ ലേസർ ഷോ ഒക്കെ ഉണ്ട്. ടിക്കറ്റ് എടുത്ത് ഇതാണ് ടിക്കറ്റ് വരുന്നത്, 40 രൂപയായി. ഇനിയിപ്പോൾ അതുവഴി അകത്തേക്ക് കയറാം. ഇനിയിപ്പോൾ നല്ലൊരു മരത്തണൽ നോക്കിയിരിക്കണം. ഇത് ഇവിടേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഏതൊരു വഴി വേണമെങ്കിലും നടന്നിട്ട് പോവാം. നിലത്തിരിക്കണ്ട, ബെഞ്ചുണ്ടാവും ഇഷ്ടം പോലെ. ഇങ്ങനെയുള്ള മരങ്ങളാണ്. ഇവിടെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു പൊള്ളുന്ന ഈ ഒരു വെയിലത്ത് ഇതുവഴിയൊക്കെ നടക്കുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം അത് വേറെ തന്നെയാണ്. എൻ്റെയും നവീൻ്റെയും ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വേർത്ത് കുളിച്ചിട്ട് ഒരു രക്ഷയില്ലാത്ത ഒരു അവസ്ഥയാണ്. കാരണം ഇവിടുത്തെ ഡിഗ്രി എത്രയാ? 39 ഡിഗ്രിയാണ്. ചില സമയത്ത് ഇവിടെ 45 കയറുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേർത്ത് കുളിച്ചു പറയാം. അയ്യോ, അത് ആ ഒരു ഭാഗത്തുനിന്നാണ് നല്ല ചൂടുണ്ടായത്. പിന്നെ ആ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തും ഹെവി ചൂട്. അവിടെ നിന്ന് മരങ്ങളില്ലല്ലോ,
ഈ മരങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്കൊരു സുഖം കിട്ടുക. റെയിൽവേ സ്റ്റേഷൻ്റെ ആ മുന്നിൽ നിന്ന് കണ്ട ഹനുമാൻ മന്ദിർ നമ്മൾ ഈ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ കാണാം. പിന്നെ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒന്നാണിത്. നല്ലോണം വെള്ളം ചിലവാകും. പിന്നെ കുടിക്കാതെ നിവൃത്തിയില്ല. കയ്യെടുത്ത് നോക്കിയേ, കൈ മാത്രമേ ഇതാ ഭാഗത്തുനിന്നൊക്കെ ഇങ്ങനെ ഒലിച്ച് വെള്ളം വരുന്നത്. കാരണം നമ്മൾ വെയിലത്ത് പോയിട്ട് നമ്മൾ വേർത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ നമ്മൾ വെള്ളം കുടിക്കണം. കാരണം ഇപ്പോൾ 2 കുപ്പി വെള്ളം നമ്മളിപ്പോൾ ഇവിടുന്ന് കുടിച്ച് തീർക്കും. കാരണം അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടും. കാരണം ഈ നോർത്ത് ഇന്ത്യയിൽ ഈ ഒരു സമയത്ത് നല്ല അസഹനീയമായിട്ടുള്ള ചൂടാണ്. നേരെ മറിച്ച് നമ്മുടെ കേരളത്തിലോ നല്ല മഴ. ഞാൻ കഴിഞ്ഞ വാരണാസി ആ ഒരു വീഡിയോയിലെല്ലാം പറഞ്ഞാണ്, അമ്മ വിളിച്ച സമയത്തടക്കം മഴ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം ഇന്ത്യൻ്റെ ആ ഭാഗത്ത് നല്ല മഴ, ഇവിടെയാണെങ്കിലോ ചൂട് പറഞ്ഞ സാധാരണ ചൂടാണ്. ഞങ്ങളുണ്ട് ഇതിന് മുന്നേ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നൊരു മാർച്ച് മാസത്തിലാണ് ഞങ്ങൾ ബീഹാറിൽ ആദ്യം പട്നയിൽ വന്നത്. ആ സമയത്ത് ഇത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. ഇപ്പോഴാണ് ഈ വാരണാസിയും ഈ പറഞ്ഞ പോലെ നമ്മുടെ പട്നയിൽ വന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ട് ഈ ജൂൺ മാസത്തിൽ. നടന്നു പോകുന്ന ഈ ഒരു വഴിക്ക് തന്നെ ഇവിടെ ഒരു പൂളൊക്കെ ഉണ്ട്. നല്ല വെള്ളമാണെങ്കിൽ മുഖമൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും നല്ല വെള്ളമല്ല, അതുകൊണ്ടത് പോട്ടെ. ഈ ഒരു സ്മൃതി പാർക്ക് 22 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ്. ബീഹാർ ഗവൺമെൻറ്റാണിത് വികസിപ്പിച്ചെടുത്തത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സ്പീക്കറുകളുണ്ട്. ഈ ബുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാട്ടുകളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷനായിട്ടുള്ള പാട്ലിപുത്ര കരുണ സ്തൂപേൻ്റെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സ്തൂപത്തിന് 200 അടി ഉയരമുണ്ട്. പിന്നെ ഈ ഒരു സ്തൂപത്തിൻ്റെ അകത്ത് ഒരു പാത്രമുണ്ട്. അതിൻ്റെ അകത്താണ് ബുദ്ധൻ്റെ വിശുദ്ധമായിട്ടുള്ള ചിതാഭസ്മം ഉള്ളത്. ഇവിടെയും ഒരു പൂളൊക്കെ ഉണ്ട്. എന്നൊക്കെ വെള്ളം നിറഞ്ഞൊഴുകാണ്. ഇവിടെ ഒരു ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അതായത് ഈ ഒരു സ്തൂപത്തിൻ്റെ നേരെ മുന്നിലായിട്ട് തന്നെ. ഇവിടെ ഈ ഒരു സമയത്ത് ആൾക്കാരില്ലാത്തത് ഈ വെയിൽ കൊണ്ട് തന്നെയാണ്. കാരണം ഒരാൾ പോലും ഉണ്ടാവില്ല. വൈകുന്നേരങ്ങളിലും രാവിലെ ആയിരിക്കും ആൾക്കാർ കൂടുതലായിട്ടും വരിക. ബുദ്ധ സ്റ്റാച്ചു. പിന്നെ ഈ ബുദ്ധിസ്റ്റുമായിട്ട് റിലേറ്റഡ് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ഫ്ലാഗ് കാണാമല്ലോ നമുക്ക്. അതെ 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 അതെ. ഈ ഒരു ഭാഗമൊക്കെ പണ്ട് ഒരു സെൻട്രൽ ജയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാ വിശ്വസിക്കണം. പണ്ട് ഇതൊക്കെ ഒരു സെൻട്രൽ ജയിലായിരുന്നു. അതിൻ്റെ പേരാണ് ബങ്കിപ്പൂർ. പിന്നെ വേറൊരു കാര്യം, ഈ മ്യൂസിയം ഉള്ളത് ഈ ഒരു ഭാഗത്താണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്തൂപത്തിനെ വലം വെച്ച് വരിക. നടക്കാനായാലും നല്ല വഴികളാണ്. ഈ ഒരു മ്യൂസിക്കില്ലേ, ഈ ഒരു പാട്ട്, അത് കേൾക്കാൻ നല്ല രസമായിട്ടാ. കാരണം നല്ല ശാന്തമായിട്ടില്ലേ അല്ലേ? അതെ അതെ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ സെൻട്രൽ ജയിലിൽ നിന്ന്, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് കേട്ടോ സെൻട്രൽ ജയിലായിട്ട് ഉണ്ടായത്. പിന്നെ ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന്റെ ഒരു ആശയമാണ് എന്താ പറയുക ഈ ഒരു പാർക്കിന്റെ ഒരു സ്ഥാപിക്കാൻ ഇടയായത്. നേരത്തെ നമ്മൾ പറഞ്ഞ മ്യൂസിയം, ആ മ്യൂസിയത്തിനകത്ത് നമ്മുടെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നത്, അതായത് ജപ്പാൻ, ശ്രീലങ്ക, തായ്ലൻഡ്, ദക്ഷിണ കൊറിയ, മ്യാൻമർ, ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ബുദ്ധമത അവശിഷ്ടങ്ങളൊക്കെ അതിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2010 ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമയാണ് ഈ പറഞ്ഞ ബുദ്ധ സ്മൃതി പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. ബുദ്ധ സ്മൃതി പാർക്കിൻ്റെ ഇവിടെ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു പട്നയിൽ മെട്രോക്കെ വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ വർക്കുകളാണ് ഇവിടെ കാണുന്നത്. പട്ന മെട്രോ. ഞങ്ങളന്ന് പറഞ്ഞില്ലേ ഇവിടെ പട്നയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പെട്ട പാട്. ഞങ്ങൾ എന്നിട്ട് അങ്ങ് മുന്നിൽ കാണുന്ന ഭാഗമില്ലേ, അങ്ങോട്ടാണ് നടന്നു പോയത്. എന്നിട്ടും തന്നെ കിട്ടിയതല്ലേ. നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് നല്ലൊരു രീതിയിലെ റെസ്റ്റോറൻറ്റുകളൊന്നും ഈ പറഞ്ഞ നേരത്തെ ഈ ഗുഡ്കിയും പാനൊക്കെ വെക്കുന്ന കടകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്താ പറയുക ഫുഡിന് വേണ്ടി പോയതാ. ഒരുപാട് നടന്നിട്ട് ഒരു സൗത്ത് ഇന്ത്യൻ പോലത്തെ ഒരു റെസ്റ്റോറൻറ്റ്, അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ അവിടെ കാര്യമായ ഫുഡില്ല. എന്നിട്ട് ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് വീണ്ടും 1 കിലോമീറ്റർ നടന്നിട്ടാണ് ഞങ്ങൾക്ക് കാര്യമായിട്ട് ഒരു ഭക്ഷണം കിട്ടിയെന്ന് പറയുന്നത്. അതെ അതെ അതെ. അത് നേരതാ ആ കാണുന്ന ഭാഗത്തേക്ക്. ഒരുപാട് മാറ്റം വരുന്നുണ്ട് പട്നയിൽ ഇനിയിപ്പം. കാരണം മെട്രോ വന്നാൽ തന്നെ ടോട്ടലി സിറ്റി മാറും. ഇതൊന്നും ഇനിയിപ്പം ഭാവിയിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം വരെ മെട്രോ വരും. മെട്രോ വന്നാൽ പിന്നെ സിറ്റിൻ്റെ ഏത് ഭാഗത്തേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ പോകാമല്ലോ. പട്നയിലെത്തി ഈ റോഡൊക്കെ അടിപൊളിയാണ്. 3 വരി 6 വരി പാത തന്നെയാണ് ഇവിടെ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ എവിടത്തേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്നയിൽ തന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ 2 റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഒന്ന് പട്ന ജംഗ്ഷൻ, മറ്റൊന്നാണ് രാജേന്ദ്ര നഗർ ടെർമിനൽ. ആ രാജേന്ദ്ര നഗറിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ അവിടെ ഡോർമെറ്ററിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ബാറ്ററി വണ്ടിക്ക് പോകാം അല്ലേ. 3.5 കിലോമീറ്റർ ഗൂഗിൾ മാപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററി വണ്ടി നോക്കി കുറച്ച് പൈസ കുറഞ്ഞിട്ട് പോകാമല്ലോ. അതെ അതെ. നമുക്ക് ആദ്യം പൈസ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അതിൽ കയറി പോകുന്നുള്ളൂ. ഒരു 3-4 വണ്ടിക്കാരോട് ചോദിക്കാം ആൾക്കാർ എത്രയാണോ ഫൈനലിൽ എത്തുന്നത്. അതിലൊരു നല്ലൊരു വണ്ടി കയറിയിട്ട് നമുക്ക് നേരെ രാജേന്ദ്ര നഗർ ടെർമിനലിലേക്ക് പോവാം. ഈ ഒരു ഭാഗത്തേക്കൂടെ പോകുമ്പോൾ തന്നെ ഇവിടെയൊക്കെ ഒരുപാട് ഫുഡൊക്കെ വെക്കുന്നുണ്ടല്ലോ.
ഞങ്ങൾ കാണിക്കാത്തതാണ്. ഈ ഒരു വഴിക്കൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരാണ് മൂത്രം ഒഴിക്കുന്നത്. മണത്ത് പോകാൻ പറ്റുന്നില്ല ഈ ഒരു ഭാഗത്തുനിന്ന്. അയ്യോ, കരിമ്പിൻ ജ്യൂസൊക്കെ കിട്ടും ഇവിടെ. നേരെ ഇവിടെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇവിടെയാണ് ഈ ഒരു ബാറ്ററി വണ്ടികളൊക്കെ ഉള്ളത്. ഈ ഒരു വരുന്നതാണ് ബാറ്ററി വണ്ടി. അല്ലെങ്കിൽ അവിടെ ഒരുപാട് നിർത്തിയിട്ടുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് പൈസ വെച്ചിട്ട് കയറാം. നമുക്ക് ബാറ്ററി വണ്ടിയല്ല കിട്ടിയത്, സൈക്കിൾ റിക്ഷയാണ്. അതായത് 3.5 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. 100 രൂപയാണ് ഈ ചേട്ടൻ പറഞ്ഞത്. ഈ ചേട്ടനൊക്കെയാണ് സമ്മതിക്കേണ്ടത്. കാരണം ഈ പൊരി ചൂടത്ത് ഇദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നില്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 3 കിലോമീറ്റർ നമ്മൾ ഇദ്ദേഹം ചവിട്ടി പോയാലും കിട്ടുന്നത് വെറും 100 രൂപയാണ്. കാരണം ഇതിന് പെട്രോൾ അടിക്കേണ്ടതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്നാലും അത്ര എനർജിയല്ലേ പോകുന്നത്. ഓരോ ആൾക്കാരും ജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഓരോരോ വഴികൾ. ഇങ്ങനെ ആൾക്കാരില്ലേ അല്ലേ. ഇതാ നമ്മൾ നേരത്തെ പോയ ആ ഒരു പാർക്ക്, മെട്രോൻ്റെ ആ ഒരു വർക്ക്. ഇതാ DMRC. പക്ഷേ ഈ ഒരു ഇതിൽ പോയാൽ നമുക്ക് വേറെ തന്നെ ഒരു വെറൈറ്റി അനുഭവം കിട്ടുക അല്ലേ. ഈ കയറ്റം വരുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ട് വരിക ഈ കയറ്റം വരുമ്പോൾ. അന്ന് ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് എവിടെയാണ് വന്നത്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അത് എവിടെയാണിപ്പോൾ ഓർക്കുന്നില്ല. നൈറ്റാണ് വന്നത്. ഒരു ഭാഗത്ത് ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത്. ഇവിടെ കുറേ ബോർഡൊക്കെ കാണുന്നുണ്ടല്ലോ. ഈ രാജേന്ദ്ര നഗർ എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അതുകൊണ്ട് വഴി ഏതാണെന്ന് പോലും അറിയില്ല. ഉണ്ട് രാജേന്ദ്ര നഗർ റൈറ്റ്, വലത്ത് ഭാഗത്തേക്ക്. ഇതാ ഇവിടെ ബോർഡുണ്ട്. ഈ ഒരു റോഡൊക്കെ ക്രോസ് ചെയ്താ ആ ഒരു ഭാഗത്തേക്ക് തന്നെ പോവാണ്. എവിടെയും സൈക്കിൾ റിക്ഷകളുണ്ട്. പട്ന വലിയ സിറ്റി തന്നെയല്ലേ? വലിയ സിറ്റി തന്നെയാണ്. ഇവിടേക്കുള്ള ബിൽഡിങ്ങുകളൊക്കെ വളരെ പഴകിയതാണ്. എല്ലാം ഇഷ്ടികയാണ്. രാജേന്ദ്ര നഗറിലേക്ക് ഇനി ഒരു 1 കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്ത് ഏകദേശം എത്താനായി. ഈ ഒരു ഭാഗത്തൊന്നും ഒരു വൃത്തിയുമില്ല. ഇതൊരു ആടൊക്കെ ഇല്ല റോട്ടിൽ. ബീഹാർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ദാരിദ്ര്യം നിറഞ്ഞൊരു സംസ്ഥാനമാണ്. നമുക്ക് വരുന്ന വഴിക്ക് തന്നെ കുറെ ചേരികളൊക്കെ കാണുന്നുണ്ടല്ലോ, അത് മനസ്സിലാവും. നമ്മളിവിടെയാണ് സൈക്കിൾ റിക്ഷ വന്ന് ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകുഭാഗമാണെന്ന് തോന്നുന്നു. എനിക്ക് ഇതുവഴി കയറി പോകണം. ഒരു ഭാഗത്തെ കാഴ്ച ഇതാണ്. ഇതിലൂടെ ഏറ്റവും പോകാൻ വഴിയുള്ളത്. എല്ലാവരും ഇതിലൂടെ പോകുന്നുണ്ട്, നമ്മൾ ഇതിലൂടെ പോകുന്നു. പുള്ളിക്കാരൻ പറഞ്ഞ ഇതിലൂടെ നേരെ കയറി പോയാൽ മതി എന്നാ പറഞ്ഞത്. ഇവിടെ മുഴുവനും ബാറ്ററി വണ്ടികളാണുള്ളത്. ആ ഒരു ഇതിലൂടെ കയറി നേരെ ഇങ്ങനെ പോവാണ്. ഈ ഒരു പാലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെയാണ് ആൾക്കാർ താമസിക്കുന്ന ചെറിയ കുടിലുകളുള്ളത്. ഇത് തന്നെയാണ് രാജേന്ദ്ര നഗർ ടെർമിനൽ. അതല്ലേ അവിടെ എഴുതിയിട്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. അല്ല, നമ്മളെന്തിനപ്പം ഇത് കയറുന്നത്? ഇത് വേറെ, താഴെയല്ലേ റെയിൽവേ സ്റ്റേഷൻ. പുള്ളി പറഞ്ഞ നേരെ താഴോടെ പോകാനാ പറഞ്ഞേ. ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഇതുവഴിയാണ് താഴോട്ട് ഇറങ്ങി പോകേണ്ടത്. ഇത് കയറൊന്നും വേണ്ട. ഇവിടെ ഇങ്ങനെ കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ട്, ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടില്ലേ. ഇവിടുന്ന് നമ്മളൊക്കെ എങ്ങനെ കഴിക്കുമല്ലേ, പക്ഷെ വൃത്തി എന്ന് പറഞ്ഞ സാധനം ഒട്ടുമില്ല. നമ്മളിതാ രാജേന്ദ്ര നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക്
പ്രവേശിക്കുകയാണ്. ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ ഫോൺ നല്ല രീതിയിൽ കെയർ ചെയ്യണം, അല്ലെങ്കിൽ എവിടുന്നാ പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതാണ് രാജേന്ദ്ര നഗർ ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ നെയിം ബോർഡ്. ഇനിയിപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ ഡോർമെട്രിക്കുള്ള ആ ഒരു ഭാഗത്തേക്ക് പോയി ചെക്ക് ഇൻ ചെയ്യാം. ഇത് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. അപ്പം നമുക്ക് 1-ലോട്ടാണ് പോകേണ്ടത്. 1 വരുന്ന അങ്ങ് അവിടെയാണ്. ഇതുവഴി നല്ല കയറിപ്പോണ്ടത്. ഇതുവഴി കയറിപ്പോൾ ഇവിടെയാണ് എത്തുക. അങ്ങ് പോകണം. ആ ഒരു 3rd കാണുന്ന ഓവർ ബ്രിഡ്ജ് വഴി കയറിപ്പോവാം. അവിടെ തന്നെ കൂടുതൽ വണ്ടികളൊക്കെ നിർത്തിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വണ്ടികളൊന്നും കാണുന്നേ ഇല്ല, പക്ഷെ നല്ല തിരക്കുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. രാജേന്ദ്ര നഗർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഒരു പഴയ ലോക്കോ മോട്ടീവൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെയും പട്ന മെട്രോൻ്റെ ആ ഒരു വർക്ക് തന്നെയാണ്. ഇവിടെ ഒരു ബസ്സൊക്കെ ഉണ്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷനൊരു കാഴ്ച. ഇത് ഒരു പള്ളീൻ്റെ മാതൃകയിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മെയിൻ ഭാഗം വരുന്നത് അവിടെയാണ്. ഇതേ റോഡാണിത്. ഇത് ഈ ഒരു ലോക്കോമോട്ടീവിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ലോക്കോമോട്ടീവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കുക. ഇംഗ്ലീഷില്ല, ഹിന്ദിയും അതുപോലെ തന്നെ ഹിന്ദി മാത്രമേ ഉള്ളൂ. എന്താല്ലേ മെയിൻ വഴി തന്നെ. ഈ മെട്രോ കാരനാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെ ആയത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല റോഡായിരിക്കാം. ഹാജിപൂർ എന്ന് വിളിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയാണല്ലോ ഹാജിപൂർ. പിന്നെ അതുപോലെ തന്നെ പട്നയിലെ തന്നെ ഒരുപാട് റെയിൽവേ സ്റ്റേഷനുണ്ട്. പട്നയിലുള്ള റെയിൽവേ സ്റ്റേഷൻ ദാനാപൂര്, അതുപോലെ തന്നെ പാഡ്ലിപുത്ര, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് രാജേന്ദ്ര നഗർ ടെർമിനൽ. ഇനി നമ്മൾ ഈ ഒരു മുൻഭാഗം കാണാനാണ് ഇവിടെ വന്നത്. ഇനിയിപ്പം നേരെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം. പള്ളീൻ്റെ മിനാരം പോലെ ഇല്ല മേലെ ഭാഗം കാണുമ്പം. 2003 ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ആയത്. ഇവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് തന്നെ കയറണം. ഇതുവഴി കയറാം. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഇത്. ഈ ഒരു ഭാഗത്തുനിന്ന് നടന്നു വരുമ്പോൾ തന്നെ IRCTC റിട്ടയറിംഗ് റൂം ഇവിടെയുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലാണ് റിട്ടയർ റൂമൊക്കെ വരുന്നത്. ഇവിടെ ഈ കയറി വരുമ്പോൾ തന്നെ റിട്ടയർ റൂമിൻ്റെ പ്രൈസിൻ്റെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഡോർമെട്രി, ഡിലക്സ് റൂം, അങ്ങനെ പലതും മണിക്കൂർ സഹിതമാണ് പ്രൈസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്തോ. റിട്ടയറിംഗ് റൂം, വെൽക്കം. ഇതിൻ്റെ അകത്ത് ഇവിടെയാണ് റിസപ്ഷൻ വരുന്നത്. ഡോർമെട്രിയിൽ നമ്മുടെ നമ്പർ വരുന്നത് 116ഉം 117. ഇത് രണ്ടുമാണ്. ഇവിടുത്തെ പ്രൈവസിയൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ലോക്കറുണ്ട്. നമുക്ക് നമ്മുടെ ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇവിടെ പൂട്ടിയിട്ട് പോവാം. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ചാർജിങ് സോക്കറ്റ് ഇവിടെ ഉണ്ട്. ഒരു പില്ലോയുണ്ട്. പിന്നെ പുതക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്താണ് ബാത്റൂമും ടോയ്ലറ്റൊക്കെ കോമൺ ആണ് വരുന്നത്. പിന്നെ ഇത് AC-യും കൂടിയാണ്. വലിയ തണുപ്പൊന്നും ഇല്ല അല്ലേ? തണുപ്പൊന്നുമില്ല. അത് പുറത്ത് ഹെവി ചൂടായ ഫീൽ ചെയ്തത്. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗുഡ്ക പ്രൊഹിബിറ്റഡ്. ഇവിടെ മെയിൻ ആയിട്ടുള്ളതാണല്ലോ ഇത്. ഇതിവിടെ അനുവാദം ഇല്ല ഇതിന്. ഇനിയൊരു ഡോർമെട്രീനെ പറ്റി പറയാം. ഞങ്ങളിവിടെ 6 മണിക്കൂർ മാത്രമേ നിൽക്കുന്നുള്ളൂ. 6 മണിക്കൂറിൻ്റെ സ്ലോട്ടാണ് എടുത്തത്. ഒരാൾക്ക് 300 രൂപയായത്. 2 പേർക്കും കൂടെ 600. പിന്നെ ഇവരുടെ GST ഉണ്ട്. ഒരു 680 രൂപേൻ്റെ അടുത്ത് നമുക്ക് ടോട്ടലായി. ഇവിടെ വലിയൊരു പ്രൈവസി നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരായാലും ഈ ബീഹാറിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴല്ല നമുക്ക് ബാഗൊക്കെ എടുത്ത് പോകുമ്പോൾ നമ്മളെ വില ഇവിടെ ഫോൺ എടുത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം എല്ലാവരും ഉണ്ടല്ലോ ഇങ്ങനെ ഒരു കണ്ണോട് ഇങ്ങനെ തുറിച്ച് നോക്കുക. ചിലർ ഇങ്ങനെ നോക്കാം, നമുക്ക് തന്നെ പേടിയാവും. അതെ, ഒരു നോട്ടം കാണുന്നതിനെ പേടിയാവും. പിന്നെ യുവമാർ എപ്പോഴാണ് ഭയങ്കര ട്രിക്കാണല്ലോ, എപ്പോഴാണ് അടിച്ചുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു കെയർ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ബീഹാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റാണ്. നമുക്ക് വരുന്ന വഴിക്ക് തന്നെ ആ കാഴ്ചകൾ കാണാൻ വേണ്ടി ശരിക്കും പുറത്തെ ചൂട് എല്ലാം കൊണ്ടും യാത്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം ചെറിയൊരു ഇൻഫർമേഷൻ നമുക്ക് റിട്ടയർ റൂമിന്റെ തരാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ ബീഹാറിലത്തെ പട്ന റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു വീഡിയോ ആക്കിയത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കണം. താഴെ വലിയ ഫുഡ് കോർട്ടൊന്നും കാണുന്നില്ല. അന്വേഷിക്കണം പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന്. ഇവിടെ 3 മണിക്കൂർ, 6 മണിക്കൂർ, 12 മണിക്കൂർ, 24 മണിക്കൂർ, 48 മണിക്കൂർ വരെ ഒരു സ്ലോട്ട് കിട്ടും.
ഡിലക്സ് റൂം ആണെങ്കിൽ എടുക്കാം. കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡോർമെറ്ററി എടുത്തത്. കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ വൈകുന്നേരം വരെ ഉണ്ട്. അടുത്ത ഇവിടുന്ന് ഒരു കിടിലൻ യാത്രയാണ് വരുന്നത്. അത് ഇവിടുന്ന് കുറച്ച് മെയിൻ ആയിട്ട് ട്രെയിനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഏത് ട്രെയിനാണെന്ന് നമ്മൾ പറയുന്നില്ല, നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അത് തീർച്ചയായും. അപ്പോൾ എന്താ പറയുക, ഈ ഒരു രാജേന്ദ്ര നഗറിലേക്കുള്ള ഈ ഒരു യാത്ര എല്ലാവരും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.